മോനെ ശിവ, നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? പ്രകാശ് എവിടെ? പ്രകാശ്? ഏത് പ്രകാശ്? അച്ഛാ, അച്ഛൻ വെറുതെ നാടകം കളിക്കരുതേ. ഞാൻ നാടകവും ചിലപ്പോ ബാലയും കളിക്കും. എന്റെ അനുസരണയിൽ വളരാത്ത ഒരുത്തനെയും എന്നെ ഗുണദോഷിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ ഞാൻ അനുവദിക്കില്ല. ശ്രമിച്ച കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിൽ തള്ളും. വെളിയിൽ പോവാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നേ. പക്ഷേ എനിക്കത് അറിയണം. ചന്ദ്രയ്ക്ക് വേറെ കല്യാണം ഉറപ്പിക്കുന്നതിനായി അച്ഛൻ പ്രകാശിനെ കടത്തിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചിരിക്കുക. എനിക്കറിയാം, അവനെ കാണാതായതിന് പിന്നിൽ അച്ഛൻ തന്നെയാ. ഞാൻ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതൊന്നുമല്ലല്ലോ എന്റെ അച്ഛനെ. നീ എന്ത് ഭ്രാന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നേ? ഓരോ മാരണങ്ങള് മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി കേറി വന്നോളൂ. നീ നിർമ്മലേ, എന്തായാലും നിന്റെ മോൻ വന്നതല്ലേ, യവന്റെ പെങ്ങളുടെ ഒരു കല്യാണ ലെറ്റർ എടുത്ത് യവനും കൂടെ കൊടുക്ക്. സമയം ഉണ്ടെങ്കിൽ വന്ന് 2 വറ്റ് കഴിച്ചിട്ട് പോവാൻ പറ. ഇനി കല്യാണത്തിന് ആങ്ങള വന്നില്ല എന്നുള്ളൊരു പരാതി യവ കൊണ്ടാവണ്ടല്ലോ. ഇത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ തീരുമാനിച്ച ഈ കല്യാണം നടക്കില്ല. സ്വാമി, ഈ ജോലി ചെയ്യാൻ അറിയാത്ത സെക്യൂരിറ്റിയൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും നാളെ തന്നെ ജോലിക്ക് വെക്കണം. കണ്ട അലവലാദികൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല ഇവിടം. ഇവിടേക്ക് വരാൻ അറിയാമെങ്കിൽ എനിക്ക് പോവാനും അറിയാം. പിന്നെ ചന്ദ്രയുടെ കാര്യത്തിൽ അച്ഛന്റെ ഈ മോഹം നടക്കാൻ പോകുന്നില്ല. ഇവളുടെ കഴുത്തിൽ മിന്നി കിട്ടുന്നെങ്കിൽ അത് പ്രകാശം തന്നെ ആയിരിക്കും. ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതടാ ഉള്ളത്? എടാ, നീ ഒരു പെങ്കൊച്ചിനെ മോഹിപ്പിച്ചിട്ട് ഒരു കളക്ടറുടെ പദവിയും അവളുടെ സമ്പത്തും കണ്ടപ്പോ അവളുടെ പിന്നാലെ പോയവനല്ലടാ നീ. അതാവുമ്പോ 2 കുട്ടികളെയും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അച്ഛനാന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടാ? ശിവ, ശിവ നീ എന്തായി കാണിക്കുന്നേ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലമ്മേ. ഒരു മകനോട് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ അച്ഛൻ ഈ പറയുന്നത്? ഓ, അവന് കാണിക്കാം. ഞാൻ പറയുന്നതാണ് കുഴപ്പം. പ്രകാശിനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് അവരുടെ കല്യാണം നടത്തിയിരിക്കും. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവനായി പറയുന്നത്. ശിവ, മക്കളെയെല്ലാം തല്ലി പുറത്താക്കിയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവല്ലേ? ഇതും കൂടെ വെച്ചോ, ഉപകരിക്കും. മോനെ, മോനെ ശിവ, അമ്മ പറഞ്ഞൊന്ന് കേക്ക്. ശിവ, എന്റെ പട്ടട, അതാ അവ ഉദ്ദേശിച്ചത്. യവൻ എനിക്ക് തന്നെ ഉണ്ടായതാണോടി? അവൻ തല്ലിയില്ലല്ലോ. തല്ലിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേനെ അത് നിങ്ങളുടെ മകൻ തന്നെയാണെന്ന്. വിത്ത് ഗുണം 10 ഗുണം, അല്ലാതെ 10ഉം 10 തരത്തിലുള്ള ഗുണം വരില്ലല്ലോ.